നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം അതിന് വേഗം കൈവരികയാണ്. ഹൈക്കോടതി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിൽ ഈ SIT അന്വേഷണം വഴിമാറിപ്പോയതിനെ നിശിതമായി വിമർശിച്ചു എന്നാണ് സൂചന. ഹൈക്കോടതി ചെവിക്ക് പിടിച്ചതിനെ തുടർന്ന് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയാണ്. കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണം പ്രധാനപ്പെട്ട പ്രതികളിൽ പലർക്കും സ്വാഭാവികമായ ജാമ്യം ലഭിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് തെളിവില്ല എന്ന് കണ്ട് ഹൈക്കോടതി തന്ത്രിക്കും ജാമ്യം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റപത്രം അത് എത്രയും വേഗം നൽകാൻ ഒരുങ്ങുകയാണ് SIT. കുറ്റപത്രം നൽകാനായി ചില കണ്ടെത്തലുകൾ SITക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ SITക്ക് കിട്ടാനുണ്ടായിരുന്നു. SIT തേടിയ വിവരങ്ങളിൽ ചിലതെല്ലാം, പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതിൻ്റെ ഭാഗമായി കുറ്റപത്രം വേഗത്തിൽ സമർപ്പിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. PS പ്രശാന്ത് ഈ കേസിലെ നിർണായകമായ ഒരു വ്യക്തിയാണ്. PS പ്രശാന്തിനെ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു. PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വൈകുന്നതെന്ത് എന്ന ചോദ്യം നേരത്തെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. അതായത് PS പ്രശാന്തിൻ്റെ കാലത്തല്ല ഈ സ്വർണ്ണക്കൊള്ള നടന്നതെങ്കിലും ഇതേ പ്രതികൾ, സ്വർണ്ണ കൊള്ള നടത്തിയ അതേ പ്രതികൾ പിടിക്കപ്പെടാതെ പോവുകയും പിന്നീട് കഴിഞ്ഞ വർഷം അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുന്നോടിയായി, ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുന്നോടിയായി PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളടക്കം വീണ്ടും ഇളക്കിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി, അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ഈ വിവാദ കമ്പനിയിൽ തന്നെ കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ ശ്രമത്തെക്കുറിച്ചാണ് നേരത്തെ PS പ്രശാന്തിനോട് ചോദിച്ചറിഞ്ഞിരുന്നത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചില വ്യക്തതകൾ വീണ്ടും വരാനുണ്ടായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ആ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചു. അതിനുശേഷം അന്തിമമായി വീണ്ടും PS പ്രശാന്തിൻ്റെ മൊഴിയെടുക്കാനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് എന്നറിയുന്നു. കേസിൽ നിർണായകമായ പല വിവരങ്ങളും PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിട്ടുണ്ട് എന്നുമാണ് സൂചന. അതായത് ഈ കേസിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് തൻ്റെ കാലഘട്ടത്തിലല്ല എങ്കിലും ചട്ടവിരുദ്ധമായി കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയിരുന്നു. സ്വർണ്ണപ്പാളികൾ ഇളക്കി ചെന്നൈയിലെ കമ്പനിയിൽ കൊണ്ടുപോയി സ്വർണം പൂശൽ നടത്തിയിരുന്നു. ഇതാണ് സത്യത്തിൽ സ്വർണ്ണക്കൊള്ള പുറത്തു വരാനിടയായത്. ശബരിമലയിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പണികളൊന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്യാൻ പാടുള്ളതല്ല എന്ന ചട്ടം നിലനിൽക്കുന്നു. ഈ ചട്ടം നിലനിൽക്കെയാണ് സ്പെഷ്യൽ ഓഫീസറെ പോലും അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയത്. ഇതാണ് ചട്ടലംഘനമെന്ന് കാണുകയും പിന്നീട് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ഹൈക്കോടതി പോലും സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇതിനെ തുടർന്നുള്ള അന്വേഷണമാണ് മുൻകാലങ്ങളിൽ നടന്ന സ്വർണം പൂശലുകളിലേക്ക് വഴി ചൂണ്ടിയത്. ഈ സ്വർണം പൂശലുകളിലാണ് വലിയ രീതിയിൽ സ്വർണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പിന്നീട് കണ്ടെത്തുന്നതും പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നതും. ആ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഏതാണ്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽപ്പെട്ട് ഉന്നതരായ CPM നേതാക്കൾ അറസ്റ്റിലായിരുന്നു. ശബരിമല തന്ത്രി അടക്കം അറസ്റ്റിലായ സാഹചര്യമുണ്ടായി. അപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ഉയർന്നു കേൾക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പേരാണ് PS പ്രശാന്തിൻ്റേത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ പേരും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവരെ ഒന്നും ചോദ്യം ചെയ്തതല്ലാതെ മറ്റ് അറസ്റ്റിലേക്കോ ഒന്നും തന്നെ കടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അന്തിമമായി PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. PS പ്രശാന്തുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ വർഷം വീണ്ടും സ്വർണം പൂശാൻ എന്തിനു തീരുമാനിച്ചു? ഈ സ്വർണം പൂശലിൻ്റെ പിന്നിൽ ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ കഴിഞ്ഞത് എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരം കണ്ടെത്താനായി ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടന്നതിൻ്റെ പേരിൽ, ഇത് ദേവസ്വം ബോർഡിനെ അറിയിക്കാത്തതിൻ്റെ പേരിലാണ് തന്ത്രിയെ പോലും അറസ്റ്റ് ചെയ്തത്. അപ്പോൾ PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് PS പ്രശാന്താണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്.
ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ ബോർഡ് അംഗങ്ങളെയോ അതുപോലെ തന്നെ PS പ്രശാന്തിനെയോ യാതൊരുവിധ ശിക്ഷാ നടപടികൾക്കും വിധേയരാക്കിയിട്ടില്ല. മാത്രമല്ല, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോണുകളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ചർച്ചാ വിഷയമായിരുന്നതാണ്. LDFന് വളരെയധികം ക്ഷീണം ചെയ്ത ഒരു വിവാദമായിരുന്നു ഈ ശബരിമല സ്വർണ്ണ കൊള്ള കേസ്. ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ തന്നെ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികളും അടക്കം ഇളക്കിക്കൊണ്ടുപോയി അവിടെ ആ പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം നീക്കം ചെയ്തതിന് ശേഷം പിന്നീട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവച്ചു എന്നാണ് കേസ്. ഇതിൽ വൻതോതിൽ കിലോ കണക്കിന് സ്വർണം, ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ഇത് LDFന്റെ കാലത്ത് നടന്നു എന്ന് മാത്രമല്ല, പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഈ കേസിൽപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇതാണ് LDFന് തിരിച്ചടിയായത്. ശബരിമലയിൽ 2018 ഉണ്ടായ യുവതീ പ്രവേശന വിധിയെ തുടർന്ന് യുവതികളെ കയറ്റാനും ആചാരം ലംഘിക്കാനുമൊക്കെ മുന്നിട്ടിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ശബരിമല സ്വർണ്ണക്കൊള്ള രണ്ടാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിടിച്ചുലക്കിയ സംഭവമായി മാറി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ ജനപ്രീതി ഇടിവ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPIMനുണ്ടായി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നറിയാൻ മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കണം. എന്തായാലും മുഖ്യ പ്രതിപക്ഷമായ UDFും BJPയുമെല്ലാം ഈ വിഷയം വലിയ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ അജണ്ട കൂടിയായിരുന്നു, ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത്. അതിനിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നും CBI അന്വേഷണം വേണമെന്നും ഒക്കെയുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഹർജികളും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടേക്കാം. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ്. ED പ്രാഥമികമായ അന്വേഷണം ഈ കേസിൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം EDയുടെ അന്വേഷണവും മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമുണ്ടായി. ഈ കേസ് അന്വേഷിക്കുന്ന ED ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനി SIT സംഘം അന്വേഷണത്തിൻ്റെ വേഗത കൂട്ടുമെന്നും കുറ്റപത്രം അതിവേഗം സമർപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും അറിയുന്നു. ഇങ്ങനെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ മാത്രമേ EDക്ക് ഈ കേസിൽ ഒരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. ചില പ്രതികളെ ED ചോദ്യം ചെയ്തുവെങ്കിലും വളരെ പ്രധാനപ്പെട്ട പ്രതികളെ ആരും തന്നെ ED ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ED നിർണായകമായ പല വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SIT കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടി അന്വേഷണം ഏറ്റെടുക്കാൻ ED മുന്നോട്ട് വന്നേക്കും. ഈ കേസിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, കള്ളപ്പണ വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുക. അത്തരം കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എങ്കിൽ ഇവരുടെ സ്വത്ത് പിടിച്ചെടുക്കുക എന്ന രീതിയിലായിരിക്കും ED പോവുക. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരാര് എന്ന ചോദ്യത്തിന് ഇതുവരെ വളരെ വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പോലെയുള്ള ദലാളന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതുമല്ലാതെ വളരെ കൃത്യമായ ഒരു ഫൈൻഡിങ്സിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. മാത്രമല്ല, ആര്, എങ്ങനെ, എവിടേക്ക് ഈ സ്വർണം കൊണ്ടുപോയി, ഈ സ്വർണം ഇപ്പോൾ എവിടെയുണ്ട്, അത് പിടിച്ചെടുക്കാൻ കഴിയുമോ, ഇതൊന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രതികളായിട്ടുള്ളവർ ഈ സ്വർണ്ണ കവർച്ചയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ സ്വത്ത് കണ്ടെത്താനുള്ള നീക്കത്തിലേക്കായിരിക്കും ED പോകുന്നത്. അതുകൊണ്ടാണ് പ്രതികൾ EDയുടെ അന്വേഷണത്തെ ഭയക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സങ്കീർണതകളുണ്ടെന്നും ശാസ്ത്രീയമായ പരിശോധനാ ഫലം വരേണ്ടതുണ്ടെന്നും നേരത്തെ ഹൈക്കോടതിയും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കം SITക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് വീണ്ടും കുറ്റപത്രം വേഗത്തിലാക്കാനും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാനുമുള്ള നീക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും SIT കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ EDയും അതിൻ്റെ അന്വേഷണം വേഗത്തിലാക്കും.